അള്ളാഹു മനുഷ്യർക്ക് പ്രത്യേകമായി നൽകുന്ന കാര്യമാണ് നിഅമത്ത്. അള്ളാഹു തന്റെ അടിമകൾക്ക് നൽകുന്ന ഉപജീവന മാർഗം മുതൽ അതുൾപ്പെടെ താമസിക്കുന്ന വീട്, മാന്യമായ ജോലി, നമുക്ക് ലഭിച്ച ഹിദായത്ത്, നമുക്ക് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആഫിയത്തും ആരോഗ്യവും, നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന നിർഭയത്വം, നമുക്കുള്ള ബുദ്ധി, നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ, ഇങ്ങനെ എണ്ണി ഒതുക്കാൻ കഴിയാത്ത നിഅമത്തുകളോ അല്ലാഹു നൽകിയ നിഅമത്ത് അത് എണ്ണി ക്ലിപ്തപ്പെടുത്താൻ ഒരാൾക്ക് കഴിയില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ അത്രയും അല്ലാഹുവിന്റെ നിഅമത്തുകൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ, അത്രയും നിഅമത്തുകൾ ലഭിച്ചവരാണ് നമ്മൾ, ലഭിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ആ നിഅമത്തുകൾ എല്ലാം അല്ലാഹു തആല പരലോകത്ത് വെച്ച് നമ്മളോട് ചോദിക്കും. കൃത്യമായി അതിന് മറുപടി പറയേണ്ടി വരും എന്നതാണ് റസൂൽ പറഞ്ഞതിന്റെ അർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദ ഖൂതി യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ഒരാള് മനസ്സിന് നിർഭയത്വത്തോടെ കൂടിയാണ് അയാള് നേരം വെളുക്കുന്നത്. രാത്രി ഒരു ഭയപ്പാടും അയാളെ പിടികൂടിയിട്ടില്ല. വൈകുന്നേരം ആകുന്നത് വരെ ഒരു പേടിയും അയാൾക്കില്ല. ഒരു ബോംബ് വന്ന് വീഴുന്നതിനോ, ഒരു മിസൈൽ വന്ന് വീഴുന്നതിനോ, തന്നെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോകുന്ന ഇത്തരം ഒരു ഭയപ്പാടും അയാൾ പിടികൂടിയിട്ടില്ല. അതുപോലെ ശാരീരിക സൗഖ്യത്തോടു കൂടിയാണ് അയാളെ നേരം വെളുക്കുന്നത്. അന്നേക്കുള്ള ഭക്ഷണം അയാളെ വീട്ടിലുണ്ട് എങ്കിലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ദുനിയാവ് മുഴുവനും കീഴടക്കിയവനെ പോലെ അനുഗ്രഹം ലഭിച്ചവനാണ് അവൻ എന്ന്.